ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3-3 പോർട്ടൽ കഴിഞ്ഞായിരുന്നു. ഈ ഒരു 3-3 പോർട്ടൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് മഹത്വപൂർണ്ണമായിട്ടുള്ള കാര്യമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്പർ 3യുടെ ആ ഒരു എനർജി നിങ്ങളെ ഒരു പ്രൊട്ടക്ഷൻ്റെ രൂപത്തിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു 3യുടെ ആ ഒരു എനർജിയുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരു സംരക്ഷണം ഈ ഒരു എനർജിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ രീതിയിലും. അതായത് ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു സംരക്ഷണം ഒരു രീതിയിലും ഉണ്ടാവത്തില്ല, ഇതിൽ നിന്ന് പുറത്തു വരാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ദിവ്യശക്തി വന്ന് നിങ്ങളെ ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ദിവ്യശക്തി എന്ന് പറയുന്നത് ഈ ഒരു 3-3 നമ്പറിൻ്റെ ആ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങളുടെ സൈഡ് ആരുമില്ല. എല്ലാവരും നിങ്ങളുടെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല ദൈവമല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് ഏതെങ്കിലും രീതിയിലൊരു ദിവ്യശക്തി വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സ്ഥിതിയിൽ പോരാടി വിജയിക്കാൻ സാധിക്കുന്നു. അതായത് ഏത് സമയത്താണോ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്, അതായത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു, നമ്മുടെ കൂടെ ഉള്ളവർ പോലും നമ്മളെ ഉപേക്ഷിച്ച് മാറി നിൽക്കുന്നു, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, ആ സമയത്താണ് ഈ ഒരു 3-3 നമ്പറിൻ്റെ ആ ഒരു എനർജി നിങ്ങളെ സഹായിക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ദൈവത്തിനല്ലാതെ വേറെ ആരോടും ഒരു വിശ്വാസവും ഉണ്ടാവത്തില്ല. കാരണം മനുഷ്യരായ എല്ലാവരും നമ്മളെ വിട്ട് മാറി നിൽക്കുകയാണ്. ദൈവമല്ലാതെ വേറെ ആരും ഇല്ല, സർവോപരി ദൈവമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സമയമാണത്. ഇവിടെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടെ പോയിട്ടുള്ളവരാണ് എങ്കിൽ ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിച്ചത് നമ്പർ 3യുടെ ആ ഒരു എനർജിയിൽ നിന്നാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ ലഭിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ ചുമ്മാ വന്നതല്ല, എന്തോ ഒരു പ്രാർത്ഥന ചെയ്തിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. നിങ്ങൾ എത്ര തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും ആ ഒരു റിപ്ലൈ, നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിനുള്ള റിപ്ലൈ ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതാണ്, അതായത് ഞാനിപ്പോൾ ദേഷ്യം പെട്ടാലും കുഴപ്പമില്ല, പക്ഷേ ദൈവം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കറിയാം. അതായത് നിങ്ങൾ ചില സമയം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒരു ആഗ്രഹ സാഫല്യം കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവത്തിനോട് ദേഷ്യപ്പെടും. അപ്പോഴും നിങ്ങൾക്കറിയാം ദൈവമല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് പിണങ്ങാനും എനിക്ക് ഇണങ്ങാനും ദൈവമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഇത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കയ്യിൽ മംഗളരേഖ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ചിലപ്പോൾ 3 നമ്പർ ഉണ്ടായിരിക്കും. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറിൽ 3 നമ്പർ ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നമ്പർ 3യുടെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് രണ്ടും അല്ല, നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു 3-3 നമ്പർ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നമ്പർ നിങ്ങളുടെ ചുറ്റിലും തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ റീഡിംഗ് പോസ് ചെയ്തിട്ട് നോക്കൂ, ഇപ്പോഴും നിങ്ങളുടെ ചുറ്റിൽ ഏതെങ്കിലും രീതിയിൽ 3 നമ്പർ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നിങ്ങളുടെ ചുറ്റിലും 3-3-3 നമ്പർ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നുകിൽ 3 കളർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 3 വസ്തുക്കൾ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും. ഒന്നുകിൽ നിങ്ങളുടെ വണ്ടിയുടെ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടു നമ്പറോ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു 3 നമ്പർ നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പുറത്തു പോയാലും ഈ ഒരു 3 നമ്പർ കണക്റ്റ് ആകുന്നു. നിങ്ങൾ ടെറസിൻ്റെ മുകളിൽ നിന്നാൽ പോലും ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ 3 പക്ഷികൾ പറന്നു പോകുന്നതായിരിക്കാം, അതും ആ ഒരു കണക്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി എന്തിന് പേടിക്കണം? ദൈവം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ആ ഒരു നമ്പറിൻ്റെ രൂപത്തിൽ. പിന്നെ നിങ്ങൾ എന്തിന് പേടിക്കണം? എപ്പോഴൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും രീതിയിലൊരു മണം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നു. അതൊക്കെ 3-3 നമ്പറിൻ്റെ ആ ഒരു എനർജിയാണ്. ഇപ്പോൾ മാർച്ച് മന്ത് 3യുടെ ആ ഒരു നമ്പറാണ് മാർച്ച് മന്ത്. ഇത് നിങ്ങൾക്ക് വേണ്ടി വളരെ വിശേഷമായിട്ടുള്ള കാര്യം ചെയ്യും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പോർട്ടൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് തരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഈ ഒരു മന്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നു, അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു മന്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു മാർഗം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു 333യുടെ പോർട്ടൽ എന്ന് പറയുന്നത് നിങ്ങളെ ഈ ഒരു ചിന്തയിൽ നിന്ന് മുക്തരാക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം കൂടുകയും ചെയ്യും. ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകും ഈ ഒരു മന്ത്. അതായത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. ആ അവസ്ഥയിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്ന കേൾക്കാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ ആൾക്കാരെ നോക്കാതെ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. അതായത് അവരെന്ത് ചിന്തിക്കും എന്നെക്കുറിച്ച്, ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സന്തോഷം, നിങ്ങളുടെ ആ ഒരു ജീവിതം, അതാണ് നിങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത്. മുന്നേയൊക്കെ നിങ്ങൾ അങ്ങനെ നോക്കുന്നവരായിരുന്നില്ല. വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെ നോക്കുന്നവരായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ അങ്ങനെ അല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആര് നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. കാരണം നിങ്ങൾ അത്രമാത്രം ജീവിതം പഠിച്ച വ്യക്തിയാണ്. ഓരോ സമയത്ത് ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ആരൊക്കെ നിങ്ങളെ വിട്ട് പോയി എന്നൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ നിങ്ങൾ റിസ്ക് ടേക്കറായി മാറിയിരിക്കുകയാണ്. അതായത് ഈ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ ചിലപ്പോൾ ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇതിനു വേണ്ടി നിങ്ങൾ തീരുമാനം എടുക്കുന്ന, ആരെയും മുഖം നോക്കാതെ. കാരണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം നിങ്ങളെ സഹായിക്കാൻ ദൈവമല്ലാതെ വേറെ ആരുമില്ല. ഇവിടെ നിങ്ങൾ ഈ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനൊരു അവസരം നിങ്ങളുടെ അടുത്ത് വരികയും ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്നതിലൂടെ. അപ്പോൾ നിങ്ങൾ എന്ത് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയാണോ കാത്തിരുന്നത്, ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു അവസരം തരണം. ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ഇട്ടു തരുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഒരു ബെസ്റ്റ് തീരുമാനം നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നതായിട്ടാണ് ഈ കാണാൻ സാധിക്കുന്ന ഈശ്വരൻ. ആ ഒരു സ്ഥലത്ത് നിങ്ങൾ പ്രശംസയുടെ പാത്രമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ശൂന്യമായിട്ടുള്ള അവസ്ഥയായിരിക്കും. കാരണം നിങ്ങൾക്ക് ഒരു ഓപ്ഷനല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഉണ്ടാവത്തില്ല. ഇതല്ലാതെ വേറെ ഒന്നുമില്ല എൻ്റെ മുന്നിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട അവസ്ഥ വരും. ആ ഒരു ഓപ്ഷനാണ് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനൊരു അവസരമാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് മുന്നോട്ട് പോകൂ, ബെസ്റ്റായിട്ടുള്ള കാര്യം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ്. ഇവിടെ ദൈവം നിങ്ങളോട് പറയുന്നത് ആക്ഷൻ എടുക്കൂ, മുന്നോട്ട് പോകൂ എന്നാണ്. ഇവിടെ 12-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിലുള്ള ആ ഒരു സമയത്താണ് ഇങ്ങനൊരു ആക്ഷൻ നിങ്ങൾക്ക് എടുക്കേണ്ട അവസ്ഥ വരുന്നത്. അതായത് ഇങ്ങനൊരു അവസരം നിങ്ങളെ തേടി വരികയും നിങ്ങൾക്ക് ഒരു അവസരം, അതായത് ഒരു ഓപ്ഷൻ അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവത്തില്ല. അങ്ങനെ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതായിട്ട് ഈ ഒരു 12-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിൽ അങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ സ്ഥിതി ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല. കാരണം ദൈവം അങ്ങനെ ഒരു സ്ഥിതി ക്രിയേറ്റ് ആക്കുന്നതാണ് നിങ്ങൾക്ക് നല്ല ഒരു വിജയം, സക്സസ് ലഭിക്കാൻ വേണ്ടി. എന്തായാലും വലിയ ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കാൻ പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ടെൻഷൻ നമുക്ക് എന്തായാലും ഉണ്ടാകും. കുറച്ചൊന്ന് മനസ്സിൽ ഒരു പേടിയും ഭയമോ അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ അനുലോം വിലോം ചെയ്യുക. ഇല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക, ഓം മന്ത്രം ഉച്ചരിക്കുക. ഇവിടെ മാർച്ച് മന്ത് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് ബെസ്റ്റ് ആയിരിക്കും. മാർച്ചിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തോ ഒരു യോഗം ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിനെ ബൂസ്റ്റ് ആക്കാൻ വേണ്ടി അങ്ങനൊരു യോഗം ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു സമയം ഈ രൂപത്തിൽ നിങ്ങളെ സഹായിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് എന്ത് തന്നെ ഒരു സ്ട്രെസ്സ് കുറച്ച് ഉണ്ടായാലും, പക്ഷേ ഈ ഒരു പൂർണ്ണമായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു നല്ല ഒരു ഉപയോഗം ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരും, സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥ വരത്തില്ല.
അതായത് ഇവിടെ നിങ്ങൾ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാനാണ് ഈശ്വരൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് ഒന്നും തന്നെ എടുക്കത്തില്ല, ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടമാവുകയുമില്ല. പകരം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രദാനം ചെയ്യുകയേ ഉള്ളൂ. എപ്പോഴൊക്കെ ദൈവം ഒരു കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അപ്പോൾ അവരുടെ ആ ഒരു ജീവിതത്തിൽ അങ്ങനെയുള്ള മോശം സ്ഥിതികൾ ക്രിയേറ്റ് ആക്കും. എന്നിട്ടായിരിക്കും ദൈവം ആ ഒരു സന്തോഷം ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ആദ്യം കുറച്ച് നിങ്ങൾക്ക് ടെൻഷനൊക്കെ തോന്നും. പിന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു വിജയം ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ലഭിക്കുന്നതിന് ഈ ഒരു 3-3 പോർട്ടൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ പോസിബിൾ ആക്കുകയാണ് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്, മറ്റുള്ളവരുടെ കാര്യം നോക്കിയാണ് ജീവിച്ചത്. പക്ഷേ ഇനി നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്ഥിതികൾ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കും. നമ്മുടെ ലൈഫിൽ ബാലൻസ് വേണം, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ എപ്പോഴാണോ നമുക്ക് വാല്യൂ തരുന്നത് അപ്പോഴായിരിക്കും ആ ഒരു അവസരം നമ്മളെ തേടി വരുന്നത്. ഇന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇമ്പോസിബിളായിട്ട് തോന്നുകയായിരിക്കും, പക്ഷെ നാളെ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പോസിബിളായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ടെൻഷനായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ നാളെ നിങ്ങൾക്കതെല്ലാം നല്ലതായിട്ട് തോന്നുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിൽ എല്ലാവരും നിങ്ങളെ വെറുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നാളൊരു സമയത്ത് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇനി കുറച്ച് സമയം മാത്രം മതി, കുറച്ച് മാസം കൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ ഫേവർ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളെ വെറുക്കുന്നവരെല്ലാം നാളെ നിങ്ങളുടെ ഫേവറായിട്ട് നിൽക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇമ്പോസിബിളായിട്ട് ഉള്ള കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് ഓപ്പോസിറ്റ് നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളെ അറിയുന്നവരും എല്ലാം ഓപ്പോസിറ്റ്, നിങ്ങൾ മാത്രം ഒരു സൈഡ്, നിങ്ങളുടെ സൈഡ് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അങ്ങനൊരു സമയം അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുള്ള വിഷമമായിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവരും നിങ്ങളുടെ ആ ഒരു വിജയം കണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ലോകത്തിലുള്ള ആൾക്കാർ ചിന്തിക്കുന്നതും കാട്ടി വിപരീതമായിട്ടുള്ള ചിന്തയായിരിക്കും നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എല്ലാവർക്കും വിപരീതമായിട്ടായിരിക്കും നിങ്ങൾ തീരുമാനം എടുക്കുന്നത്. ആ ഒരു സമയം നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഈശ്വരൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് സജഷൻ തരുമായിരിക്കും, നിങ്ങൾ എടുക്കുന്നത് തെറ്റായ തീരുമാനമാണ്, ആ തീരുമാനം എടുക്കരുത് എന്ന്. പക്ഷേ നിങ്ങളുടെ അന്തരാത്മാവ് നിങ്ങൾക്ക് ഒരു സജഷൻ തരും. ആ ഒരു സജഷൻ എന്താണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ ഒരു സമയം, ഈ ഒരു കേതുവിൻ്റെ സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയം. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ വളരെ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആ ഒരു ഉപദേശം ഒരിക്കലും വർക്കാവത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു തീരുമാനം മാത്രമേ വർക്കാവുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർ എന്താണോ പറയുന്നത് അത് കേട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പോവരുത്. ആദ്യമൊക്കെ ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു തീരുമാനം കണ്ടിട്ട് വിരോധമായിട്ട് സംസാരിക്കും നിങ്ങളോട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു വിജയം കാണുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ നിങ്ങളെ സപ്പോർട്ടീവായിട്ട് പ്രശംസിച്ച് സംസാരിക്കും. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ധാർമ്മിക സ്ഥലത്ത് യാത്ര ചെയ്തിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഈ ഒരു ധാർമ്മിക യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആന്തരികമായിട്ടൊരു ശാന്തി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഇതേപോലെ മുന്നേയും എവിടെയെങ്കിലും ധാർമ്മിക സ്ഥലത്ത് പോയിട്ട് വന്നിട്ടുണ്ടാകും, പക്ഷേ ഇപ്പോൾ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഭയങ്കരമായിട്ടൊരു സമാധാനവും ശാന്തിയും ഫീലാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും സമാധാനവും ശാന്തിയും ലഭിക്കാൻ കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി കൂടുതലായിട്ട് പോയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇല്ലായെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്ത നിങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കാം എന്നുള്ളതിന് മെയിൻ ഉദാഹരണം നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും ഇനി അങ്ങോട്ട്. അതായത് എന്ത് തീരുമാനം എടുക്കാനാണോ മുന്നേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടി ഉണ്ടായിരുന്ന ആ തീരുമാനം എടുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പേടിയും ഉണ്ടാവത്തില്ല. ഇവിടെ 65 തൊട്ട് 75% വരെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻറ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
അപ്പോൾ ഇത്രയും തന്നെ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് തോൽക്കേണ്ട അവസ്ഥ വരത്തില്ല. നിങ്ങളുടെ ബുദ്ധി ഒരിടത്തും നിങ്ങളെ തോൽക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങളെ അത്രത്തോളം ശക്തിശാലിയാക്കി മാറ്റുന്നതാണ്, ഏത് സ്ഥലത്തും വിജയിക്കാൻ പ്രാപ്തരാക്കി മാറ്റുന്നതാണ്. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്ക് രണ്ടുപേരുടെ ബുദ്ധിയായിരിക്കും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെയാണ് നിങ്ങളുടെ ബുദ്ധിയും ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്പിരിച്വൽ സപ്പോർട്ട് നല്ല രീതിയിൽ ലഭിക്കുക തന്നെ ചെയ്യൊരു മന്ത്. ഇവിടെ ദൈവം സ്വയം നിങ്ങളുടെ അടുത്ത് വരാതെ ഏതെങ്കിലും വ്യക്തി രൂപേണ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം രൂപേണ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് അറിയത്തില്ല എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന്. അപ്പോൾ ദൈവം നിങ്ങളുടെ ആ ഒരു കൂടെ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് എന്തോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കാരം സംസാരിക്കാൻ പാടില്ല, നിങ്ങളാണിത് ചെയ്തത് എന്നുള്ള. അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടി ദൈവമാണ് ചെയ്തത്, അങ്ങനെ വിശ്വസിക്കുക, അങ്ങനെ പറയുക. ഇവിടെ നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ കൊണ്ടുവന്നത് കർമ്മം മാത്രമാണ്. ആ ഒരു കർമ്മം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ദൈവം തന്നതാണ്. ഇവിടെ നമുക്ക് ദൈവത്തിന് വേണ്ടി ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ഒത്തിരി ഇഷ്ടം. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. ഇവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി റെഡിയായിട്ടിരിക്കൂ. നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്യുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ 1-2 ദിവസത്തെ ട്രാവലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, ചിലപ്പോൾ കുറച്ച് ദിവസത്തെ ട്രാവലായിരിക്കാം ചെയ്യുന്നത്. ഇവിടെ കുറച്ച് അടുത്തായിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ വിളക്ക് കത്തിച്ചിട്ട് വരികയോ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ട് വരികയോ എന്തോ ഒരു ഈ ഒരു പ്രകാശം സംബന്ധമായിട്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ അവിടെ ചെയ്തിട്ട് വരും. അത് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ശാന്തി സമാധാനം ലഭിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർ വെള്ളം ധാരാളം കുടിക്കുന്നില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, വെള്ളം ധാരാളം കുടിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ ഒരു ആഗ്രഹത്തിലേക്ക് വീണ്ടും വീണ്ടും പോകും. അതായത് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ ഒരു ശ്രദ്ധ വീണ്ടും വീണ്ടും പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കും, എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് ആ ഒരു ആഗ്രഹത്തിലോട്ട് എൻ്റെ ശ്രദ്ധ വീണ്ടും വീണ്ടും പോകുന്നത് എന്ന്. അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും അത് ആഗ്രഹം റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവമേ എനിക്ക് ഈ ഒരു സന്തോഷം ലഭിക്കാൻ പോകുകയാണോ എന്ന്. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഈ ഒരു നല്ല കാര്യം നടക്കാൻ പോകുകയാണോ, അതുകൊണ്ടാണോ ദൈവം എനിക്ക് ഇങ്ങനെയുള്ള സൂചനകൾ തരുന്നത് എന്ന്. അതായത് എന്തോ നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു, അത് റിലേറ്റഡ് ആയിട്ട് നല്ല ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹം നടക്കുന്നതിന് മുമ്പായിട്ട് ഈ രീതിയിലുള്ള സൈൻ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ട് നടക്കുമെന്ന്. 33 പോർട്ടലിൽ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു സൈൻ ലഭിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ 3 മാസത്തിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം ലഭിക്കാൻ പോകുന്നത്. ഇവിടെ ജൂൺ മന്തിനുള്ളിൽ എന്തോ വലിയ ഒരു സംഭവം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു വലിയ സംഭവം നടക്കാൻ വേണ്ടിയുള്ള ആ ഒരു തുടക്കം ഈ ഒരു മാർച്ച് മന്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒരു രീതിയിലും ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. ഇവിടെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും മഹത്വം വയ്ക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെ സെൽഫിഷ് ആവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ സെൽഫിഷായേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ലൈഫിലെ ഒരു സന്തോഷം നമ്മുടെ ലൈഫിലെ പല പ്രശ്നങ്ങളെയും മാറ്റുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഒരു സന്തോഷം നിങ്ങളുടെ പൂർണ്ണ ലൈഫിനെ വരെ ചേഞ്ച് ആക്കുന്നതാണ്. ഇവിടെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ സന്തോഷം ഞാൻ സാക്രിഫൈസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ലൈഫിൽ ഒരു സമയത്തായിരിക്കും ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ ഒരു സന്തോഷമായിരിക്കും നിങ്ങളെ വച്ചടി ഉയരത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്.
ചിലപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും ഒരിടത്തും ഒരു കോംപ്രമൈസും ചെയ്യാൻ പോകരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ തോന്നുകയാണ്, എനിക്ക് ഈ ഒരു സന്തോഷം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ടെൻഷൻ തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇത് നിങ്ങളുടെ ആ ഒരു സോളാർ ചക്ര നല്ല ആക്റ്റീവ് ആകുന്ന സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ തീരുമാനം നല്ല രീതിയിൽ ആകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു തീരുമാനം നിങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു സമയമെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് യൂണിവേഴ്സിനോട് ഒരു വിശ്വാസം ഉണ്ടാകുന്ന സമയം, സ്പിരിച്വാലിറ്റിയോട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്ന സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത്. ഇനി നമ്പർ 3യുടെ ആ ഒരു എനർജി വീണ്ടും വീണ്ടും വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ സ്ഥിതികൾ വീണ്ടും വീണ്ടും മോശമാകുന്ന അവസ്ഥയാണ് എങ്കിൽ അപ്പോഴെല്ലാം ദൈവം 3 എനർജി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സപ്പോർട്ടീവായിട്ട് ഞാൻ ഉണ്ട്, നീ പേടിക്കണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന സമയം ഈ ഒരു എനർജി കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ തനിയെ മാറും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന്. ഇവിടെ നമ്മൾ ഒരു കാര്യത്തിലുള്ള വിശ്വാസം 80% ദൈവത്തിൽ വിട്ട് കൊടുത്തൊക്കെയാണ്. ബാക്കി 20% നമുക്കൊരു സംശയം. പക്ഷേ ആ ഒരു 20% നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴൊക്കെ ടെൻഷൻ വരുമോ അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു മുഖം മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ഒരു ടെൻഷൻ ദൈവത്തിൻ്റെ ടെൻഷനാണ്, എൻ്റെ ടെൻഷനല്ല എന്ന് പറയുക. ഇവിടെ കാരണം ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ കൂടുതലായിട്ട് അനുഭവിക്കും. അതായത് നിങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നതിനും കാട്ടി ഒറ്റയ്ക്കിരിക്കാൻ തോന്നായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കമ്പനിയായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. ഈ ഒരു മന്ത് ഓവർ തിങ്കിങ് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് പൂർണിമയും അമാവാസിയും ഈ 2 ദിവസം എനർജി ഭയങ്കരമായിട്ട് ഒരു ഫ്ലോ ഭയങ്കരമായിട്ടുണ്ട്. ആ സമയം ഭയങ്കര ടെൻഷനും ഭയങ്കരമായിട്ടുള്ള ഒരു ഭാരവും തലയിൽ ഒരു വേദനയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടാവും. ആ ഒരു എനർജിയുടെ ആ ഒരു ഫ്ലോ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ എല്ലാം നേരെയാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആവശ്യമില്ലാതെ എന്ത് ടെൻഷൻ വന്നാലും എന്ത് ഒരു ഓവർ തിങ്കിങ് വന്നാലും അത് ഞങ്ങൾ ഇഗ്നോർ ചെയ്യുക. നിങ്ങൾ തോന്നുകയാണ് നിങ്ങൾ പറയുന്ന ആരും കേൾക്കുന്നില്ല, ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈശ്വരനോട് വിഷമം പറയുക. അതായത് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ഈശ്വരനോട് പറയുക. നമുക്ക് ആരും ഇല്ലെങ്കിൽ ഈശ്വരനുണ്ടല്ലോ. ഇവിടെ നിങ്ങളുടെ ലൈഫ് നേരെയാവാൻ പോവുകയാണ്, കാര്യങ്ങൾ ബാലൻസിൽ വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പേടിയും കൂടാതെ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ആ ഒരു എനർജി എപ്പോഴും ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കുക. കാരണം 2 സൈഡിൽ നിന്നും ശ്രമിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നേരെയാവുകയുള്ളൂ. ഒരാൾ മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ 100% വെച്ച് കൊടുക്കണം. ബാക്കി ഈശ്വരൻ്റെ ആ ഒരു ഭാഗം ക്ലിയർ ആക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.